ഹലോ, ഞാന് ബദറിന്റെ വീഡിയോസ് കണ്ടിട്ട് വിളിച്ചാണ്. ഞാനിപ്പോ ഇത് കണ്ടായിരുന്നു. ആ തീയർത്ത പള്ളിയിലെ വിഷയം ഉണ്ടല്ലോ, അതിനെപ്പറ്റി പറയാനാ വിളിച്ചത്. ബ്രദറാണ് ഇത് യൂട്യൂബിൽ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു കാത്തലിക്കാണ്. അപ്പോ ഞാൻ പണ്ട് എന്റെ ചെറുപ്പത്തിൽ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്ത്, ആ കാത്തലിക് ആയിരുന്ന ടൈമില്. ഇപ്പൊ കാത്തലിക് അല്ല. ഇപ്പൊ കാത്തലിക് അല്ല. ഏതിലാണ്? ഇപ്പൊ ഞാൻ ജൂഡായിസം വിശ്വസിക്കുന്നത്. ജൂഡായിസം അത് കൊള്ളാലോ. ഓക്കെ. അല്ല, ഈ ജൂഡായിസത്തിലേക്ക് വിശ്വാസം പോകാനുള്ള കാരണം എന്തായിരുന്നു? കാത്തലിക് ശരിക്കും പഠിച്ചിട്ട് ഇത് പക്ക സാത്താനിക്കാന്ന് മനസ്സിലായി. അത് വിട്ടു കത്തോലിക്ക സഭ. പിന്നെ പോയ നാള് പെന്തിക്കോസിൽ പോയി. പിന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ ക്രിസ്ത്യാനിറ്റി, അതായത് മോഡേൺ ക്രിസ്ത്യാനിറ്റി, ഈ കോൺസ്റ്റന്റൈൻ ഉണ്ടാക്കിയ ക്രിസ്ത്യാനിറ്റി തന്നെ സാത്താനികാന്ന് മനസ്സിലായി. ഈ ശാപത്തിനെതിരായിട്ട് ജൂഡായിസം എന്ന് പറയുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ജൂഡായിസം ആണോ? യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? യേശു മിശിഹാണെന്നുള്ളത് ഒരു അഗ്നോസ്റ്റിസം വാദമാണ്. അതായത് കമ്മ്യൂണിസം എന്നുള്ളത് ഇതാണ്. രണ്ടാമത്തെ വരവിൽ യഥാർത്ഥ മിശിഹ വരാനുണ്ട്. അപ്പൊ യേശു വന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആദ്യത്തെ മിശിഹായാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അത് ഉറപ്പില്ല. യേശു ദൈവമാണെന്ന് പിന്നെ ചോദിക്കണ്ടല്ലോ. അപ്പൊ പിന്നെ ആദ്യം വന്നു എന്നുള്ളത് പോലും ഉറപ്പില്ല. മിശിഹ ദൈവമല്ല എന്നുള്ള ഉറപ്പാണ്. മിശിഹ എന്നുള്ള കൺസെപ്റ്റ് ദൈവം എന്നുള്ള കൺസെപ്റ്റായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ മിശിഹ എന്ന് പറയുന്ന കൺസെപ്റ്റ് ദൈവമാണെന്നുള്ള അല്ല എന്നുള്ള ഉറപ്പാണ്. ജൂഡായിസത്തിൽ അങ്ങനെ എടുത്തില്ല, ദൈവമാണ് വരുന്നത് എന്നുള്ളത്. ജൂഡായിസത്തിൽ അത് തന്നെയാണ് വിശ്വാസം. അല്ല, ഈ റബ്ബി തോന്നിയൊക്കെ വീഡിയോ ആണ്. ഓക്കെ, അത് നമുക്ക് ചർച്ച ചെയ്യാം. വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ഓൾഡ് ടെസ്റ്റ്മെന്റ് വിശ്വസിക്കുന്നുണ്ടോ? പഴയ നിയമ പുസ്തകങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പഴയ നിയമ പുസ്തകങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അല്ല, അതായത് ഈ ഗ്രീക്ക് ഇതായിട്ടുള്ള അധിനിവേശത്തിന് ശേഷം വന്ന പുസ്തകങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, പഴയ നിയമം 39 പുസ്തകങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, പുതിയ നിയമം എന്തെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും അംഗീകരിക്കുന്നില്ല. പഴയ നിയമം മാത്രമാണ് അംഗീകരിക്കുന്നത്. ശരി. അപ്പൊ പഴയ നിയമത്തില് ഇവർക്ക് മിശിഹാണെന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. മിശിഹ എന്നുള്ള ചിന്ത ഉണ്ട്, പക്ഷെ അത് ദൈവം വരുന്നുള്ള ഇതല്ല. അതെന്നെ ചോദിച്ചാ, ആ ദൈവമാണെന്നുള്ള ചിന്ത വല്ലതുണ്ടോ? ഇല്ല. പഴയ നിയമത്തിലെ ഏശയ പ്രവചനം ഒന്ന് എടുക്കാമോ? ഏഷ്യാനെറ്റിന്റെ ഏതാണ്? ഒരു സെക്കൻഡ്. അപ്പൊ ഏശയ പ്രവചനം ഒന്ന് എടുക്കാമോ? 9:6 മുതലൊന്ന് വായിക്കാമോ? ഓക്കെ. ഏത് ബൈബിളാ യൂസ് ചെയ്യുന്നത്? ഞാനിപ്പോ POC ആണ് നിലവില്, ഒറിജിനൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. ശരി, 9:6 മുതലൊന്ന് വായിക്കുന്നു. എന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, ഈ നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നാണ് വിളിക്കപ്പെടും. ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അത് അറിയത്തില്ല. അത് വിളിക്കപ്പെടുന്ന പറഞ്ഞുള്ളൂ, ആണെന്ന് പറഞ്ഞിട്ടില്ല. ഏശയ പ്രവചനം വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതിലിപ്പോ ഞാൻ പറയട്ടെ, 7-ന്റെ ഏശയ പ്രവചനം വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഇപ്പൊ ഇമ്മാനുവേൽ യഹൂദ വിശ്വാസ പ്രകാരം ഇത് ഭാവി രാജാവിനെ കുറിച്ചിട്ടുള്ള കൺസെപ്റ്റാണ്. അതായത് ലോകം ഭരിക്കാൻ വരുന്ന ഭാവി മിശിഹായെ കുറിച്ചിട്ടുള്ള പ്രവചനമാണ്. ആ മിശിഹായെ കുറിച്ച് പറയാൻ എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നാണ് വിളിക്കപ്പെടും. അപ്പൊ അവിടെ ദൈവം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഹീബ്രു വാക്ക് പോയി നോക്കി വിളിക്കപ്പെടുന്നാണ് പറഞ്ഞത്. അതായത് ജനങ്ങൾ അങ്ങനെ അറിയപ്പെടുന്നു. ഇപ്പം ഏത് ജനങ്ങളാണ് ഇപ്പൊ വിജാതീയത പറയുന്നതാണ് ഒന്നും അറിയത്തില്ലല്ലോ. ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. അതായത് ആ ജനിക്കുന്ന ശിശുവിനെ കുറിച്ചുള്ള ശിശുവിന്റെ ഡെസിഗ്നേഷൻ ആദ്യം പറയുന്നത് ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും, അവൻ വിസ്മയനീയനായ ഉപദേഷ്ടാവായിരിക്കും, ശക്തനായ ദൈവമായിരിക്കും, നിത്യനായ പിതാവായിരിക്കും, സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. അപ്പൊ ബ്രദർ ഈ വചനം പഠിക്കണം. അപ്പൊ അതിന്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ദൈവം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി യഹൂദ വിശ്വാസത്തിൽ ഇത് തന്നെയായിരുന്നു അവരുടെ ചിന്ത. യഹൂദ വിശ്വാസത്തില് അവര് ചിന്തിച്ചിരുന്നത് ഇത് തന്നെയായിരുന്നു. അല്ല, അവര് അംഗീകരിക്കാത്തതിന് കാരണമുണ്ട് ബദറെ. അവരുടെ തോറയില് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞാൽ അവരുടെ ഓൾഡ് ടെസ്റ്റ്മെന്റിലുള്ള സംഭവമാണ് ഞാനിപ്പോ വായിച്ചത്. ആയിക്കോട്ടെ, പക്ഷെ ഇതുകൊണ്ട് മാത്രമായിട്ടില്ലല്ലോ. ഇപ്പൊ മറ്റു കാരണങ്ങള്, അതായത് എക്സാം പറഞ്ഞാൽ ഇമ്മാനുവേൽ പ്രോഫസി ഇല്ലേ, ഈ 7-ാം അധ്യായം. 7-ാം അധ്യായത്തില് ഇപ്പം ഒരു ഭാഗമുണ്ട്. അതില് കർത്താവ് യെശയ്യാനോട് പറയുന്ന, ക്രൈസ്തവർ വിശ്വസിക്കുന്ന അത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ അതിന്റെ അടിഭാഗങ്ങൾ വായിച്ചാൽ
പരസ്പരം വിരുദ്ധമായിട്ട് കുറെ കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് അതിന്റെ മുകളിലും താഴെയും വായിക്കുന്നതിന് മുമ്പ് ആദ്യം വായിക്കേണ്ട കാര്യം, ഇത് യഹൂദനെ സംബന്ധിച്ച് മിഷിഹാനിക് പ്രൊഫസി എന്ന് പറയുന്ന യഹൂദൻ വിശ്വസിക്കുന്ന കാര്യം എന്താണോ അത് അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യം. ഇനി ഒരെണ്ണം കൂടി തരാം. മിക്കായുടെ അപ്പൊ എന്റെ സംശയം ഇപ്പോഴത്തെ അവരുടെ റബ്ബിമാര് എന്തുകൊണ്ടാണ് ഇത് അപ്പോഴത്തെ റബ്ബിമാരൊക്കെ നമുക്ക് എടുക്കാം. ഞാൻ ഒരെണ്ണം കൂടി തരാം. മിക്കായുടെ പുസ്തകം എടുക്കുക. മിക്ക അതിന്റെ 5-ാം അധ്യായം എടുക്കുക. എടുത്തോ? പേജ് നമ്പർ വേണോ? ചെറിയ ബൈബിളാണോ POC? മനസ്സിലായില്ല. ഒരു മീഡിയം ടൈപ്പിലുള്ള സംഭവമാണോ? എന്നാ 1317 എടുക്കുക. 1317 പേജ് നമ്പർ 1317 1317 ആയിരിക്കും. മിക്ക 5-ാം അധ്യായം 5-2 മുതൽ വായിച്ചോ. ബെത്ലഹേം എഫ്രാത്ത യൂദ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും. വായിച്ചോ, താഴ്ത്തു വായിച്ചോ. അവൻ പണ്ട് യുഗങ്ങൾക്ക് മുമ്പ് ഉള്ളവനാണ്. അതിനാൽ ഈ ഈറ്റുനോത്തെടുത്തവർ പ്രസവിക്കുന്നവരെ അവൻ അവരെ ത്യജിക്കും. പിന്നീട് അവന്റെ സഹോദരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. ഇതും മിഷിഹാനിക് പ്രൊഫസി ആയിട്ട് ഇസ്രായേൽ വിശ്വസിക്കുന്ന കാര്യമാണ്, യഹൂദൻ വിശ്വസിക്കുന്ന കാര്യമാണ്. അതിനി തെളിയിച്ചു തരണമെങ്കിൽ വേണമെങ്കിൽ തെളിയിച്ചു തരാം. ഇത് ഇസ്രായേലിന്റെ യഹൂദ റബ്ബിമാര് മുഴുവൻ വിശ്വസിക്കുന്നു. ഇത് ആരെ കുറിച്ചുള്ള പ്രവചനമാണ്? മിശിഹായെ കുറിച്ചുള്ള പ്രവചനമാണ്. അത് ഉറപ്പാണ്. ബെത്ലഹേം എഫാത്ത യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അപ്പൊ ഈ പ്രവചനം യഹൂദ വിശ്വാസത്തിൽ അവർ വിശ്വസിക്കുന്നത് ഇത് ക്രിസ്തുവിനെ കുറിച്ചാണ്, അതായത് മിശിഹായെ കുറിച്ചാണ്. മനസ്സിലായോ? ഇനി അത് തെളിയിച്ചു തരാം ഞാൻ. മിശിഹായെ കുറിച്ചാണ് എന്നുള്ളത് തെളിയിച്ചു തരാം. മത്തായി സുവിശേഷം POC ഉണ്ടല്ലോ കയ്യിലല്ലേ? പുതിയ നിയമം അംഗീകരിക്കണ്ട, പക്ഷെ ഒരു ചരിത്ര സംഭവം ഞാനൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിട്ടാ. മത്തായി സുവിശേഷം 2-ാം അധ്യായം എടുക്കുക. 2-ാം അധ്യായം 2 മുതൽ വാക്യങ്ങളൊന്ന് വായിക്കുക. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെറോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം യെരൂശലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും. അവൻ ആരെ വിളിച്ചു വരുത്തി? ഹെറോദോസ് ആരെയാ വിളിച്ചു വരുത്തിയത്? അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിന്റെ ഇടയിലെ നിയമജ്ഞനെയും വിളിച്ചുകൂട്ടി. ചോദിച്ചു, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. വായിച്ചോ, താഴോട്ട് വായിച്ചോ. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ള നിന്നിൽ നിന്നാണ് ഉദ്ഭവിക്കുക. അപ്പോൾ ഹെറോദോസ് ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച്. അപ്പൊ ക്ലിയർ ആണ്. അതായത് ഹെറോദോസ് വിളിച്ചു ചോദിച്ചത് യഹൂദ പുരോഹിതന്മാരെയും വിജ്ഞാനികളായിട്ടുള്ള അവിടുത്തെ നിയമജ്ഞരെയും വിളിച്ചു ചോദിച്ചു, മിശിഹ എവിടെയാണ് ജനിക്കാനിരിക്കുന്നത്? മിശിഹ എവിടെയാണ് ജനിക്കാനിരിക്കുന്നത്? ഓക്കെ. അപ്പൊ അവര് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. പ്രവാചകൻ എഴുതിയിരിക്കുന്നു, മിക്ക പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എന്റെ ജനത്തിന് നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോ ഈ കാര്യത്തിൽ തർക്കമില്ലല്ലോ. യഹൂദര് വിശ്വസിച്ചിരുന്നു, നിയമജ്ഞരും ഈ പറയുന്ന പുരോഹിതരും വിശ്വസിച്ചിരുന്നു, യൂദയായിലെ ബെത്ലഹേമിലാണ് ക്രിസ്തു ജനിക്കാനിരിക്കുന്നത്. അതിൽ തർക്കമുണ്ടോ? ഇനി അതൊന്ന് അവരോട് ചോദിച്ചിട്ട് ഇതാക്കണം, എന്താ സംഭവം എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞ, മത്തായി സുവിശേഷം എഴുതപ്പെട്ടത് 1-ാം നൂറ്റാണ്ടിലാ. ഈ പറയുന്ന യേശുവിന്റെ കാലഘട്ടത്തിൽ, യേശുവിന്റെ മരണ ഉദ്ധാനത്തിന് ശേഷം എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. അത് കേൾക്കൂ. അതായത് ഇപ്പൊ മത്തായി സുവിശേഷം അവിടെ എഴുതി ആയിരക്കണക്കിന് കയ്യെഴുത്ത് പ്രതികൾ അവിടെ പ്രചരിക്കുന്ന സമയത്ത് ഇത് ജെറുസലേമിന്റെ ചുറ്റുപാടുകളും ഇത്രയും പുസ്തകങ്ങൾ ചുറ്റുപാട് എഴുതി വരുമ്പോൾ യഹൂദ പ്രമാണികളുടെ ഇടയിലാണ് ഇത് എഴുതപ്പെടുന്നത്. നൈമജ്ഞരും ഫരിസേയരും ഒരുപാട് പേര് ക്രിസ്തുവിലേക്ക് വന്നിട്ടുണ്ട്. പൗലോസ് അടക്കം, സെയിന്റ് പോൾ അടക്കം, ഇവരൊക്കെ യഹൂദ പ്രമാണികളായിരുന്നു എന്ന് അറിയാലോ അല്ലേ? പഠനമുള്ള ആളുകളായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ അവരെന്ത് പറയണം? അങ്ങനെയല്ല, ഞങ്ങളുടെ വിശ്വാസം അതല്ല, മെസ്സിഹ അങ്ങനെ ജനിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയണം. പക്ഷെ ഇവിടെ കൃത്യമായി ചരിത്രം എടുത്തിട്ടാണ് മത്തായി എഴുതിയിരിക്കുന്നത്. ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ നടന്ന സംഭവമാണത്. ഇത് യേശുക്രിസ്തുവിന്റെ വീട്ടിൽ നടന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. അല്ല, ഒന്നാമത്തെ വിഷയം എന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പഴയ നിയമത്തിൽ ഇപ്പൊ ക്രൈസ്തവർ വിശ്വസിക്കുന്ന മിശിഹാ പ്രവചനങ്ങൾ പഴയ നിയമത്തില്
അതെല്ലാം ഇപ്പൊ യഹൂദർ അറിയുന്നത് അത് മിശിഹാന്റെ കാര്യങ്ങളല്ല, ചില ഇസ്രായേലിന്റെ പീഡന്റെ കാര്യമുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ഇമ്മാനുവേൽ എന്നുള്ള ഭാഗമുണ്ടല്ലോ, അതിന്റെ അടിയിലുള്ളത് അസീറിയ രാജാവിന്റെ സ്വത്തും മറ്റും കൊണ്ടുപോകുന്നു പറയുന്നുണ്ട്. അത് ആകാശ് രാജാവിന്റെ, അതായത് ഈ ഏഷ്യാന്റെ സമകാലീനമായിട്ടൊരു സംഭവത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു യുവതി, അതിൽ കന്യകാന്നൊരു വാക്കില്ല, ശരിക്കും അൽമ എന്നുള്ള വാക്കാണ്, യുവതി എന്നാണ് പറയുന്നത്. ഞാനിത് കുറെ പേര് ഡൗട്ട് ചോദിച്ചു, പക്ഷെ അത് ആർക്കും ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. കാരണം ഏത് ബൈബിളാണ് യുവതി എന്നുള്ള വാക്ക് പറയുന്നത്? ഈ POC തന്നെ. POC എന്ന് പറഞ്ഞാൽ ശരിക്കും ഹീബ്രു ഇതില് അൽമ എന്നാണ്. ഇപ്പൊ ബെന്തിക്കോസാർ ബൈബിളിൽ അത് കന്യക ആക്കിയിട്ടുണ്ട്, ശരിക്കും യുവതി തന്നെയാണ് POCയിലുള്ള കറക്റ്റ്. അതായത് അൽമ, അതായത് പ്രസവിക്കാനായി യുവതി എന്നുള്ള അർത്ഥം അതിൽ വരുന്നത്. അതായത് പെന്തിക്കോസ്തുകാരുടെ ബൈബിൾ എന്ന് പറഞ്ഞു, അത് സത്യവേദപുസ്തകമായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. POCയില് യുവതി എന്നാണ് കിടക്കുന്നത്. സത്യവേദപുസ്തകത്തില് കന്യക എന്നാണുള്ളത്, ശരി. POCയില് യുവതിയാണുള്ളത്, ശരിക്കും യുവതിയാണ് കറക്റ്റ്. യുവതി അൽമ എന്നുള്ള വായടാണ്. യുവതി എന്നും പറയാൻ പറ്റില്ല, ഒരു പ്രസവിക്കാൻ ഹീബ്രു പോയിട്ടൊന്ന് പഠിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഹീബ്രുവിൽ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നതെന്നും ആ കൊടുത്തിരിക്കുന്ന വാക്ക് ഇപ്പൊ അൽമയാകട്ടെ ബദുലയാകട്ടെ, 2 വാക്കുകളാണ് സാധാരണ കന്യകയ്ക്കും യുവതിക്കും കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഏത് വാക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചത് ക്ലിയർ ആവുന്ന പ്രശ്നമേ ഉള്ളൂ. അതായത് സത്യവേദ പുസ്തകം എങ്ങനെയുള്ള അതിന്റെ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നതെന്നും POC എന്താണ് അതിന്റെ ട്രാൻസ്ലേഷൻ, അതായത് POC ഹീബ്രുവിൽ നിന്നും ഗ്രീക്കിലേക്കും, ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്, ലാറ്റിനിലേക്കും, ലാറ്റിനിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും, ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കും ഇങ്ങനെ ട്രാൻസ്ലേഷൻ വരുന്നതും സത്യവേദ പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷന്റെ രീതിയും പഠിച്ചു കഴിഞ്ഞാൽ ബ്രദറിന് ഈ സംശയം മാറും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമ്മൾ യുവതിയിലേക്ക് പോകണ്ട. വെയിറ്റ് ഒരു സെക്കൻഡ്. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. നമുക്ക് യുവതിയിലേക്ക് തിരിച്ചു വരാം ബ്രദറെ, യുവതിയിലേക്ക് വരാം. അതായത് ഈ പറയുന്ന പ്രവചനം ആദ്യം നമുക്ക് നോക്കാലോ. ബാക്കി ഒരുപാട് മെഷിഹാനിക് പ്രൊഫസികളുണ്ട്, അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ബ്രദർ പറഞ്ഞൊരു ചിന്ത, അതായത് യഹൂദന് മിശിഹ എന്ന് പറയുന്നത് ദൈവമായി അവൻ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അസ്തിത്വമായി എന്തെങ്കിലും യോജിപ്പുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന്റെ ഒരു എന്താ പറയാ ആദ്യത്തെ ചിത്രം എന്നൊക്കെ പറയില്ലേ, ദൂതന്മാർ, ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, എന്തും ആകട്ടെ, ഇതുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിക്കണ്ടേ. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ യുവതി അൽമയും ബദുലയൊക്കെ നമുക്ക് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഈ കാര്യം ഈ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ കിടക്കുന്ന കാര്യം കൃത്യമായി അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഹേറോദേസിന്റെ ഭവനത്തിൽ നടന്ന കാര്യമാണ്. മത്തായിക്ക് ഒരിക്കലും ഹേറോദേസിന്റെ ഭവനത്തിൽ നടന്നൊരു കാര്യം ഫേക്ക് ആയിട്ട് എഴുതി വെക്കാൻ പറ്റത്തില്ല. അന്നത്തെ കാലത്ത് ഫേക്ക് ആയിട്ട് എഴുതി വെച്ചാൽ കൃത്യമായി ഈ പറയുന്ന ജ്ഞാനികളായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതർ പറയും അങ്ങനെയല്ല, അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയും. പക്ഷെ ഈ സംഭവങ്ങളെല്ലാം ജോസഫിയസ് അടക്കം അന്നത്തെ ചരിത്രകാരന്മാരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹേറോദേസിന്റെ ഭവനത്തിൽ, കൊട്ടാരത്തിൽ ഈ സംഭവം ഉണ്ടായി എന്നുള്ളത്. അവിടെ കുഞ്ഞുങ്ങളെ കൊല ചെയ്യും, ജോസഫിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കൊല ചെയ്ത സംഭവം പറയുന്നുണ്ട്. ഇങ്ങനൊരു സാധനം വന്നിരിക്കുന്നു എന്നുള്ള സംഭവം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പുരോഹിതനും നിയമജ്ഞനുമാണ് വന്ന് പറഞ്ഞത്. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് മിക്കായിലേക്ക് വരിക. നമ്മളിപ്പോ വായിച്ച് പകുതി വെച്ചിരിക്കുന്ന മിക്കായിലേക്ക് തിരിച്ചു വരിക. 1317 പേജ് നമ്പർ. അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കുക. 5-3 ഒന്ന് വായിക്കുക. അല്ല, 2 തന്നെ ഒന്നിനും വായിക്കുക. 2 തന്നെ ഒന്നിനും വായിക്കുക. വായിച്ചോളൂ ബ്രദർ, വായിച്ചോളൂ. മിക്ക 5-2, 1317 പേജ് നമ്പർ. അതന്നെ ഒന്നിനും വായിച്ചു. യൂദഭവനങ്ങൾ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്ന് പുറപ്പെടും. അടുത്ത വാക്യം വായിക്കുമ്പോ ശ്രദ്ധിച്ചു വായിക്കുക. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? അതാണ് ഉദ്ദേശം. അതായത് ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടി എന്നൊക്കെ പറയൂലേ, അതായത് ഇല്ല, അവിടെയും പ്രശ്നമാണ്. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ. യുഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുള്ളപ്പോ മാത്രമേ യുഗമുള്ളൂ. അല്ല, യാദത്തിന്റെ സൃഷ്ടിയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഏത് സൃഷ്ടി ഉള്ളപ്പോഴേ യുഗം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ദ ടൈം സ്പേസ് മാറ്റർ, ഈ 3 കാര്യങ്ങൾ ഇല്ലാതിരിക്കെ അതിന് മുമ്പുള്ളത് സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. യുഗങ്ങൾക്ക് മുൻപേ, അതായത് ഒരു ദിനമുണ്ടെങ്കിൽ ആ ദിനത്തിന് മുൻപേ ഉള്ളവനാണ് ആര്? എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കുന്നതിന് മുൻപേ ഉള്ളവനാണ് അവൻ. ആര്? മിശിഹ. അപ്പൊ യഹൂദന്റെ വിശ്വാസം എന്താണ്? മിശിഹ ആരായിട്ടാണ് അവർ കാണുന്നത്? ഈ പ്രൊഫസി യഹൂദ പണ്ഡിതന്മാരും പുരോഹിതരും അഡ്മിറ്റ് ചെയ്യുന്നു. ഈ പ്രൊഫസി മിശിഹാനെ കുറിച്ചിട്ടുള്ളതാണെന്ന്. ഇത് പറഞ്ഞത് യേശുവിന്റെ ശിഷ്യന്മാരല്ല,
ഇത് പറഞ്ഞത് യഹൂദ പ്രമാണികൾ, അതായത് പുരോഹിതന്മാരും നിയമജ്ഞരുമാണ് പറഞ്ഞത്. ഹെറോദേസിനോടാണ് പറഞ്ഞത് അവൻ ജനിക്കുന്നത് ബെത്ലഹേം എഫാത്തായിലാണ്. അത് മിക്ക പ്രവാചകൻ പറഞ്ഞ ബൈബിൾ വേർഡ് എടുത്തിട്ട് ഓൾഡ് ടെസ്റ്റമെന്റ് എഴുതപ്പെട്ട ഒരു സംഭവം എടുത്തു വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് സംഭവിക്കാനിരിക്കുന്നത്. ഇത് പറയുന്നത് യേശുവിന്റെ ശിഷ്യരല്ല, യേശുവല്ല, കത്തോലിക്കരല്ല, ക്രിസ്ത്യാനിയല്ല, ആരുമല്ല പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ നടന്നൊരു സംഭവം അവര് തന്നെ അഡ്മിറ്റ് ചെയ്യാണ് മിശിഹ ജനിക്കുന്നത് ഇവിടെയാണ്. അതിന്റെ തൊട്ട് ചേർന്നുള്ള വചനം പറയാണ് അവൻ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവൻ. അതായത് യുഗം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കപ്പെട്ട് തുടങ്ങിയാൽ, അതായത് ഒരു ദിനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻ ദ ബിഗിനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തുടങ്ങിയുള്ളൂ ഈ സംഭവം. പക്ഷെ അതിന്റെ ബിഫോർ ആണ് ആ സംഭവം കിടക്കുന്നത്. അവൻ ആദിയും അന്തവുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ എന്ന് ഇപ്പോ പറഞ്ഞിരിക്കുന്നത് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, മിക്ക പ്രവാചനമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ജൂഡായിസമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മിശിഹ ദൈവമാണെന്ന ചിന്ത യഹൂദൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ബ്രദർ പോയി ഇനി പഠിക്കുക. യഹൂദന്റെ ചിന്തയും ഇപ്പൊ അവര് അംഗീകരിക്കണ്ടല്ലേ? അപ്പൊ എനിക്ക് സംശയം അവരിപ്പോ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ബ്രദർ പോയി പഴയ നിയമത്തിന്റെ എല്ലാ മെസ്സിഹാനിക് പ്രൊഫസികളും എടുത്തിട്ട് യഹൂദന്റെ കോൺസെപ്റ്റിൽ എടുത്ത് വായിക്കുക. ബ്രദർ ഇപ്പൊ ചിന്തിക്കുന്ന ആ ജൂഡായിസം കോൺസെപ്റ്റിൽ വായിച്ചു നോക്കുക. ആ ജൂഡായിസം കോൺസെപ്റ്റിൽ അവര് പറയുന്ന മെസ്സിഹാനിക് പ്രൊഫറ്റുകൾ മാത്രം എടുക്കുക, പ്രൊഫസികൾ. അവരിപ്പോഴും മെസ്സിഹാനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടല്ലോ. ആ മെസ്സിഹാനിക് പ്രൊഫസികൾ എടുത്ത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ജീസസ് ഈസ് ദ റിയൽ മെസ്സിഹ. അതിന്റെ അപ്പുറത്തോട്ട് വേറെ ഇനി പോകാനില്ല. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക യേശുവിൽ വിശ്വസിക്കണോ യേശുവിൽ വിശ്വസിക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനം എടുക്കുക. എന്റെ ഒരു വേവൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ പൗലോസിന്റെ ഒരു റബ്ബി ഉണ്ടായിരുന്നില്ല, ഒരു ഗുരു പറയുന്നത് എന്താ വെച്ചാൽ ഇതൊരു യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ അതുപോലെ നിലനിൽക്കും, അല്ലെങ്കിൽ നിലനിൽക്കൂല, നമ്മളതില് എന്താ ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് അല്ല യഥാർത്ഥത്തിലുള്ള രീതിയിൽ ഇപ്പൊ നിലനിൽക്കുന്നില്ല. യഥാർത്ഥ രീതിയിൽ എന്താ നിലനിൽക്കാത്ത? ഇന്ന് ഈ 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും നിലനിൽക്കുന്നത് പിന്നെ എന്തുവാ? 2000 വർഷങ്ങളായിട്ടുള്ളത് ജൂഡായിസിനെതിരായിട്ടുള്ള ഒരു പുസ്തകമാണ് നിലനിൽക്കുന്നത്. എന്ത് ജൂഡായിസിനെതിരായിട്ടുള്ളത്? ക്രിസ്ത്യാനിറ്റിക്ക് ഇന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പൊ വളരെ അധംപതിച്ചില്ലേ? എന്താ അധംപതിച്ചു? ഇപ്പം ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ കുറെ ചർച്ചകളുണ്ട്, അതിൽ തന്നെ പലതും ദൈവത്തിനെതിരായിട്ട് സാധാരണ രീതിയിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങി നോക്കുമ്പോഴാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന റിയൽ ക്രിസ്ത്യാനിറ്റി ഈസ് ഗ്രോ അപ്പ്. ആ വിഷയത്തിൽ അധികം നന്നായിട്ട് പോകുന്നുണ്ട്. അത് ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ചൈനയിലടക്കം ക്രിസ്ത്യാനിറ്റി നല്ല രീതിയിൽ ഇപ്പോഴും ശക്തമായി നിൽക്കുന്നു. കഴിഞ്ഞ 2000 വർഷമായിട്ട് നിൽക്കുന്നു. അത് കാത്തലിക് ചർച്ചിന്റെ അണ്ടറിലല്ലേ, അല്ലെങ്കിൽ ഓർത്തഡോക്സ് അല്ല, കാത്തലിക് ചർച്ച് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഡിനോമിനേഷൻ ആണ് കർത്താവ് ഈ പറഞ്ഞ കാര്യമെന്നാണ്. അത് കാത്തലിക് അല്ലെങ്കിൽ ഓർത്തഡോക്സ് അല്ലെങ്കിൽ യാക്കോബായ അതല്ലെങ്കിൽ പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ് ഈ സംതിങ് ലൈക്ക് ഇതൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. എന്റെ രാജ്യം ഐഹികമല്ല. യേശു കൃത്യമായിട്ട് പറഞ്ഞ എന്റെ രാജ്യം ഐഹികമല്ല. മനസ്സിലായി. ആയിരുന്നെങ്കിൽ എന്റെ ദൂതന്മാരിറങ്ങി എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു. ക്രിസ്തു ഇവിടെ സ്ഥാപിച്ച ദൈവരാജ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ദൈവരാജ്യമാണ്. അത് 2000 വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇന്നും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ അകത്ത് ആ ക്രിസ്തുവിന്റെ സഭയില് എല്ലാവരും അംഗങ്ങളാണ്. മേ ബി കാത്തലിക് ചർച്ചിലുള്ള ക്രിപ്റ്റോ രീതിയിലുള്ള ഒരു വിശ്വാസം ഉണ്ടെന്നാണ്. അതായത് എല്ലാ സഭകളിലും ഉള്ളവര്, പക്ഷെ അവരിൽ പലരും ഒരു ഏകീകരണം ഉണ്ട്, ഒരു ക്രിപ്റ്റോ രീതിയിൽ എന്നല്ല പറഞ്ഞിരുന്നത് ഒരു യഥാർത്ഥ സത്യത്തിൽ. ഞാൻ ബ്രദർ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അതായത് ഞാൻ എന്തുകൊണ്ട് ഈ സഭയിൽ തന്നെ നിൽക്കുന്നു എന്നൊരു ചോദ്യം കൂടി ചോദിച്ചല്ലോ. അപ്പൊ അതിനെയാണ് ഞാൻ പറഞ്ഞത്, പല ഡിനോമിനേഷനുകൾ ഇവിടെ ഉണ്ട്. കാത്തലിക്സ് ആകാം, യാക്കോബൈറ്റ്സ് ആകാം, ഓർത്തഡോക്സ് ആകാം. ഇതൊക്കെ ഡിനോമിനേഷനുകൾ പിന്നീട് ഉണ്ടായതാണ്. അതിന് കാലങ്ങൾക്ക് ശേഷം പല രീതിയിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ ഡിനോമിനേറ്റ് ചെയ്തു. ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് ഐഹികമല്ല. ആ സഭ ക്രിസ്തു ശിരസായിരിക്കുന്ന അവന്റെ ശരീരത്തിലെ അവയവങ്ങളായിരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ അടങ്ങുന്ന ഒരു സഭയാണ്. അത് ക്രിസ്തുവിന് അറിയാം ആ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ സഭയ്ക്കെതിരെ പള്ളി പോകാനുണ്ടോ? അതൊരു ഡിനോമിനേഷന്റെ അണ്ടറിൽ വരുന്ന പോലെ. ഏത്? ഞാൻ ദേവാലയത്തിൽ പോകുന്ന ഒറ്റ കാര്യത്തിനാണ്, വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിന് മാത്രമേ ഞാൻ ദേവാലയത്തിൽ പോകുന്നുള്ളൂ. എല്ലാവർക്കും ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം എന്നുള്ളത് കർത്താവ് വിശേഷം വ്യക്തമായിട്ട് അപ്പസ്തോലനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടായ്മ ആ ദിവസം വരുമ്പോൾ നിങ്ങൾ പരസ്പരം പറഞ്ഞ് കൂട്ടമായി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുക. അങ്ങനെ ആരാധിക്കുന്ന ഒരു സമൂഹം എല്ലായിടത്തും ഉണ്ടാവും. ആ കൂട്ടായ്മ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് കുറെ വിശ്വാസികൾ അറിയാം. ഇപ്പം മറ്റു മതങ്ങളിൽ നിന്നും കത്തോലിക്കയിൽ നിന്നും മുസ്ലിം അടക്കം വന്ന ആളുകള്
എന്നാലും ഒരു സഭയിലും ജോയിൻ ചെയ്യാതെ വ്യക്തിപരമായിട്ടിരുന്ന് ബാധിക്കുന്ന ടീംസുകളുണ്ട്. ഇപ്പൊ അങ്ങനെയും ആകാം. ആവെള്ളാന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അതെ ഞാൻ പറഞ്ഞത് ഇൻവിസിബിൾ ആണത്, വിസിബിൾ അല്ല, ഐഹികമാണത്. എന്റെ രാജ്യം ഈ നിന്റെ കാഴ്ചയിൽ കാണുന്ന രീതിയിലല്ല കർത്താവിന്റെ രാജ്യം. ആ സഭ എന്ന് പറയുന്നത് അത് പലരും ഉണ്ടാവും അതിന്റെ അകത്ത് മെമ്പർമാര്. കർത്താവിനെ അറിയത്തുള്ളൂ ആരൊക്കെയാണ് ഈ സഭയിൽ മെമ്പർ എന്നുള്ളത്. ഇവിടുത്തെ ഓരോ സഭകളിലും പലരും മെമ്പറായിരിക്കും. ചിലർ കത്തോലിക്കരായിരിക്കും, ചിലർ യാക്കോബായക്കാരനായിരിക്കും, ചിലപ്പോൾ ഓർത്തഡോക്സുകാരനായിരിക്കും. പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ ഉണ്ടാവും. അല്ല, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗുരു ഉണ്ട്. ഇപ്പൊ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഇപ്പൊ ശാബത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അവര് ഈ ജീസസിനെ അംഗീകരിക്കുന്നവരല്ല, പക്ഷെ ശാബത്ത് ഫോളോ ചെയ്യുന്ന എന്നാൽ ക്രിപ്റ്റോ രീതിയിൽ, അതായത് അവരൊരു പള്ളിയിലും ഭാഗമാകാത്ത കുറെ ആളുകളുണ്ട്. അപ്പൊ അവര് ശനിയാഴ്ച ഇങ്ങനെ ശാബത്ത് ആചരിക്കാൻ അങ്ങനെ കുറെ ക്രിസ്ത്യൻസ് കേരളത്തിൽ മറ്റു സഭകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ. പക്ഷെ അവര് പറയുന്നത് എന്താ വെച്ചാൽ ഈ വിശുദ്ധ ശ്യാം എന്ന് പറഞ്ഞൊരു ആളാണ് ഇതിന്റെ മെമ്പർ, മെയിൻ ആള്. അപ്പൊ പുള്ളി പറഞ്ഞത് എന്താ വെച്ചാല് ഈ എല്ലാ സഭകളും ഡിമോണിക്കാണ്, എല്ലാ ഡിനോമിനേഷനും. അവര് പറയുന്നതാണ് ബ്രദറിന് വേദവാക്യെങ്കിൽ ബ്രദർ അങ്ങനെ മുന്നോട്ട് പോകും. ഞാനിപ്പോ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓൾഡ് ടെസ്റ്റ്മെന്റ് വെച്ചിട്ടാണ് ഞാൻ റെവലേറ്റ് ചെയ്തത്, ഞാൻ തെളിയിച്ചു വെച്ചത് അവരെന്താണ് വിശ്വസിക്കുന്നതെന്ന്, യഹൂദൻ എന്താണ് വിശ്വസിക്കുന്നതെന്ന്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, യഹൂദൻ വിശ്വസിക്കുന്ന മിശിഹായെ കുറിച്ചുള്ള പ്രൊഫസികൾ നിങ്ങളെടുത്ത് വായിക്കുക. ആ പ്രൊഫസികൾ ക്രിസ്തുവിൽ പൂർത്തീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഹെബ്രായ ലേഖനമൊക്കെ ഒന്ന് എടുത്ത് വായിക്കുക. POC ബൈബിൾ എന്തായാലും കയ്യിലുണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഹെബ്രായ ലേഖനം എടുത്ത് വായിക്കുക. അപ്പോസ്തലനായ പൗലോസ് ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഇത് തന്നെയാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് എന്താണ് പഴയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ചും മിശിഹായെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്, അത് ക്രിസ്തുവിൽ പൂർത്തീകരിച്ചു എന്നുള്ളത് വേർഡ് ടു വേർഡ് പൗലോസ് അവിടെ തെളിയിച്ചു വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് സ്തെഫാനോസ് തന്റെ പ്രസംഗത്തിൽ ചെയ്യുന്നത്. കൃത്യമായി സ്തെഫാനോസ് അത് ക്ലിയർ ഔട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരാധിക്കുന്ന അബ്രാഹത്തിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിന്റെയും ദൈവം തന്നെയാണ് ക്രിസ്തു എന്ന് ക്ലിയർ ആയിട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇനി പൗലോസ് ക്രിസ്ത്യാനി ആയി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? അതൊക്കെ ഗമാലിന്റെ കീഴിൽ പഠിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സൗളായിരുന്നു ഗമാൽ എന്ന് പറയുന്ന ഒരു അന്നത്തെ പ്രശസ്തനായ ഒരു റബ്ബിയുടെ കീഴിൽ പഠിച്ച വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ? ആയിരിക്കാം എന്നുള്ളെങ്കിൽ എനിക്കതിന് താഴോട്ട് പോകാൻ താല്പര്യമില്ല. ആണെന്ന് വിചാരിക്കുന്നുണ്ടോ, വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് പോകാം. ഓക്കെ, വിശ്വസിക്കുന്നു, ക്ലിയർ. അപ്പൊ ഗമാൽ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കീഴെ പഠിച്ച സൗൾ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തെ യേശു എന്ന് വിളിക്കോ ഇല്ലയോ? ദൈവത്തെ യേശു എന്ന് വിളിച്ചോന്നോ? ദൈവത്തെ എങ്ങനെയായിരിക്കും അദ്ദേഹം വിളിക്കുക? യേശുവിനെ അറിയില്ല, സാവൂളിന് യേശുവിനെ അറിയില്ല, അറിയാത്ത ടൈമത്തെ കാര്യമാണ് പറഞ്ഞത്. അതെ അതെ. ആള് ഈ ക്രിസ്ത്യാനിനെ പീഡിപ്പിച്ചിരിക്കുന്ന കാലത്ത് എന്തായിരിക്കും ദൈവത്തെ വിളിക്കുക? ഉറപ്പല്ലേ? ഓക്കെ, എടുക്കുക. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം എടുക്കുക. എടുത്തോ? അവിടെ അതിന്റെ 5-ാം വാക്യം മുതൽ വായിക്കാമോ? 4-ാം വാക്യം മുതൽ വായിക്കാമോ? 9-ന്റെ 4 മുതൽ. അവൻ നിലംപതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നടന്ന സംഭവം എന്താണെന്ന് ബ്രദർ എനിക്കൊന്ന് വിവരിച്ചു പറയാമോ? എന്താണ് അവിടെ നടന്നത്? അതായത് ഡെമാസ്കസിലേക്ക് വരുമ്പോഴിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അന്തരായി താഴെ വീണ സംഭവം അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സ്വരം കേട്ടു, ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്താണെന്ന്. അപ്പൊ ആരാന്ന് ചോദിച്ചപ്പോ യേശുവാണെന്ന് പറഞ്ഞ അന്നേരം മുതലാണ് മാനസാന്തരപ്പെട്ടെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് പൗലോസ് അങ്ങോട്ട് ചോദിച്ചത്? കർത്താവേ, അങ്ങ് ആരാണ്? അപ്പൊ കർത്താവേ എന്നുള്ളത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അദ്ദേഹം വിളിച്ചത്? ഗ്രീക്ക് വേർഡാണ് അത്. ഇതില് ട്രാൻസ്ലേഷൻ ഗ്രീക്കാണ്. അപ്പൊ അതില് കർത്താവ് എന്നുള്ളത് ഏത് വേർഡാണെന്ന് തപ്പണം. കുരിയോസ് എന്നാണ്. ഓക്കെ. അപ്പൊ സാവൂള്, അതായത് യേശുവിനെ വിശ്വസിക്കാത്ത സാവൂള് കുരിയോസ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ആരെയായിരിക്കും വിളിക്കുക? യഹോവനായിരിക്കും. വിളി കേട്ടത് ആരായിരുന്നു? യഹോശുവ. അപ്പൊ വിളിച്ചത് യഹോവയെ, വിളി കേട്ടത് യേശുവായിരിക്കും. ഏത് ഭാഷയിലായിരുന്നു ഈ കോൺവെർസേഷൻ നടന്നത്? അത് ഗ്രീക്കല്ല, അത് അരാമിക് തന്നെ അവൻ ചാൻസ്. എടുത്തോ? 26-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 26, 14-ാം വാക്യം. 26-14 വായിച്ചോ. ഞങ്ങളെല്ലാവരും നിലംപതിച്ചപ്പോൾ ഹെബ്രായ ഭാഷ എന്നോട് പറയുന്ന സ്വരം ഞാൻ കേട്ടു,
സാമൂഹ്യ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിന്റെ അപ്പുറമാണ്. ഞാൻ ചോദിച്ചു കർത്താവ് ആരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഓക്കെ, അവിടെ വളരെ ക്ലിയർ ആണ്. അതായത് ഹെബ്രായ ഭാഷയിലാണ് ഇവരുടെ കോൺവെർസേഷൻ വരുന്നത്. ഞങ്ങൾ എല്ലാവരും നിലവധിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ, ഹീബ്രു ഭാഷയിലാണ് ചോദിക്കുന്നത്, പറയുന്നത് കൃത്യമായിട്ട് പറയുന്നു, സൗൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഞാൻ ചോദിച്ചു, ആര്? സൗൾ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? അപ്പൊ അവിടെ ഇങ്ങോട്ട് ഹെബ്രായ ഭാഷയിൽ വന്നാൽ സൗൾ ഏത് ഭാഷയിൽ തിരിച്ചു പറയും? ഹീബ്രുവിൽ പറയും. സ്വാഭാവികമായിട്ട് ഹീബ്രുവില് എന്തായിരിക്കും വിളിക്കുക? ഒന്നുകിൽ അഡോണായി അല്ലെങ്കിൽ യാഹ്വേ. ഡയറക്റ്റ് അങ്ങനെ ഉപയോഗിക്കലില്ല. അതെ, ഡയറക്റ്റ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അഡോണായി പറയുന്നത്. എലോഹിം എന്ന് ഉപയോഗിക്കൽ കുറവാണ്. ഒന്നെങ്കിൽ അഡോണായി അല്ലെങ്കിൽ യാഹ്വേ. ഇപ്പൊ ഈ രണ്ട് പേരാണ് ഉപയോഗിച്ചതെങ്കിൽ തിരിച്ചിങ്ങോട്ട് വന്ന മറുപടി എന്തായിരുന്നു? മറുപടി വന്നത് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അങ്ങോട്ട് വിളിച്ചത് ആരെയാ? യാഹ്വേ. തിരിച്ച് മറുപടി വന്നത് യേശു. വളരെ ക്ലിയർ ആണ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ആരാധിച്ച യഹോവയായ ദൈവത്തെ തന്നെയാണ് സാവൂൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് സാവൂൾ എന്ത് ചെയ്തത്? സാവൂളിൽ നിന്നും പൗലോസിലേക്ക് ഒരു വ്യത്യസ്തത വന്നത്, ഒരു മാറ്റം വന്നത്. ഇനി ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സൗൾ ഒരിക്കലും ഒതുങ്ങിക്കൂടി കഴിഞ്ഞ ഒരാളല്ല. സൗൾ ഈ സാക്ഷ്യം പറഞ്ഞത് മുഴുവൻ, അപ്പോസ്തലപ്രവൃത്തിയിൽ 3 സ്ഥലത്ത് സാക്ഷ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഈ സാക്ഷ്യം പറഞ്ഞത് മുഴുവൻ സിനഗോഗുകളിലും യഹൂദ പ്രമാണികളുടെ മുമ്പിലും സന്നദ്രിംഗ് സംഘത്തിന്റെ മുമ്പിലൊക്കെയാണ് ഈ സാക്ഷ്യം പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ സന്നദ്രിംഗ് സംഘത്തിന്റെ മുമ്പിലും ഇവരുടെ മുമ്പിലും എല്ലാം സാവൂൾ ഈ സാക്ഷ്യം പറയുന്നതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവാണ് യാഹ്വേ എന്നുള്ളത്. ആർക്ക് മനസ്സിലായി? പൗലോസിന് മനസ്സിലായി. അത് അവിടെയാണ് പൗലോസ് ഡീവിയേറ്റ് ആവുന്നത്, പൗലോസ് തിരിയുന്നത്. അവിടെ നിന്നാണ് പൗലോസ് പഴയ നിയമത്തിലെ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന പൗലോസ് പഴയ നിയമത്തിൽ മെസ്സിഹാനിക് പ്രൊഫസികളിൽ മുഴുവൻ അവൻ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളതാണെന്നും അവൻ ഇന്ന സ്ഥലത്ത് വരുമെന്നും ഈ പ്രൊഫസികൾ മുഴുവൻ ക്രിസ്തുവിൽ പൂർത്തീകരിച്ചു എന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് പൗലോസ് തന്റെ ലേഖനങ്ങളിലെല്ലാം ഇത് എടുത്തെടുത്ത് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായവർ തന്നെ. അപ്പൊ ഈ 2 കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, സാവൂളിന്റെ മാനസാന്തരം. സാവൂൾ എന്താണ് അങ്ങോട്ട് വിളിച്ചത് യാഹ്വേ എന്നാണ്. തിരിച്ച് മറുപടി ഒന്ന് യേശുവാണ്. അതിൽ തന്നെ 100% ക്ലിയർ ആണ്. യേശു തന്നെയാണ് മിശിഹ, അവനാണ് വരാനിരുന്നവൻ, അവനാണ് യുഗങ്ങൾക്ക് മുമ്പുള്ളവൻ. ഇത് തന്നെ യെശയ്യാ പ്രവചനത്തിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. ഇത് തന്നെ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഈ പഴയ നിയമത്തിലുള്ള മിക്ക പ്രവചനങ്ങളെ കുറിച്ചും ക്രിസ്തു അസൈൻ ചെയ്തു പോയിട്ടുണ്ട്, യേശു പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യൂ ടെസ്റ്റമെന്റ് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പഴയ നിയമത്തിൽ നിന്ന് മാത്രം എടുത്ത് ഞാനത് ക്ലിയർ ചെയ്തത്. അല്ല, അതുകൊണ്ടല്ല ഇപ്പൊ കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല. ഇപ്പൊ ചില കാര്യങ്ങളിൽ പുതിയ നിയമത്തിൽ കോൺട്രഡിക്ഷൻ കണ്ടെത്തിയിട്ട് എന്നെ വിളിച്ചോ. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ കോൺട്രഡിക്ഷൻ കണ്ടെത്തിയിട്ട് എന്നെ വിളിച്ചോ. ഇപ്പൊ പല കാര്യങ്ങളും, അതായത് ഈ ജൂതമത ആചാരങ്ങളില്ല, ഇപ്പൊ നിയമങ്ങള്, അതിലൊക്കെ ഈ ഒരു കാര്യം ബ്രദർ ഇപ്പൊ ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ബ്രദർ എന്നെ വിളിച്ചോ. അതായത് യഹൂദ വിശ്വാസത്തിൽ മെസ്സിഹ എന്ന് പറയുന്ന അവരുടെ കൺസെപ്റ്റിൽ അവർക്കത് ഈ ഒരു രീതിയിലും അവർക്ക് ദൈവം ആയിരുന്നില്ല എന്നുള്ള സംഭവം ഡീറ്റെയിൽ ആയിട്ട് കണ്ടെത്തിയിട്ട് എന്നെ വിളിച്ചു. റബ്ബിമാരത് പഠിച്ചിട്ട് വിളിക്കാം. റബ്ബിമാരുടെ അടുത്ത് പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ റബ്ബിമാരുടെ മാത്രമുള്ള വാർഡുകൾ എടുത്തുകൊണ്ട് വരരുത്. പഴയ മെസ്സിഹാനിക് പ്രൊഫസികൾ അവർ വിശ്വസിച്ച കാര്യങ്ങളും കൂടി എടുത്തിട്ട് ബ്രദർ ഒന്ന് പഠിച്ചിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ കുറച്ച് ആളുകളുണ്ട്, ഞാൻ നോക്കട്ടെ എന്താണ് അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ യേശുവിനെ ഉൾക്കൊള്ളാൻ, യേശുവിനെ മനസ്സിലാക്കാൻ, സത്യദൈവമായ ക്രിസ്തുവിലേക്ക് വരുവാൻ എതിർത്തിട്ടില്ല. ഞാന് മിശിഹ ആണെങ്കിലാണ്, അല്ലെങ്കിൽ അതല്ല ഒരു ഞാൻ ഒരിക്കലും ഞാൻ ബ്രദറിനെ കളിയാക്കിയോ ബ്രദറിനെ ദീപിക്കുകയോ ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞത് ബൈബിൾ വചനങ്ങൾ എടുത്ത് ഞാൻ ബ്രദറിന് പറഞ്ഞു തന്ന കാര്യങ്ങളിൽ ബ്രദറിന് ഉൾക്കൊള്ളാൻ ഒരു കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ പറഞ്ഞത് ബ്രദർ പഠിക്കുക, പഠിച്ചു കഴിയുമ്പോൾ ബ്രദറിന് അത് പൂർത്തിയായിക്കോളും, ക്ലിയർ ആയിക്കോളും. അപ്പൊ ക്ലിയർ ആയാലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്ലിയർ ആയി കഴിഞ്ഞാൽ ബ്രദർ ഏത് സഭയിലായിരുന്നോ ആ സഭയിൽ നിൽക്കുക. അതിന്റെ ആവശ്യമില്ല. ചാടി പോകുമ്പോ ഉള്ള പ്രശ്നം, അതായത് ബ്രദർ കത്തോലിക്കനാണെന്ന് പറഞ്ഞ് എന്നെ തുടക്കം വിളിച്ചേ, അത് ബ്രദറിപ്പം പറഞ്ഞിരിക്കാൻ പറ്റില്ല. കാരണം ഈ കത്തോലിക്കൽ എന്തിനു നിക്കണം? എനിക്കിപ്പം സ്വന്തമായിട്ട് ഇപ്പൊ ബ്രദർ പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ ആവശ്യമല്ലേ. ബ്രദർ ആദ്യം എന്നോട് പറഞ്ഞത് നിങ്ങൾ കത്തോലിക്കനാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് ചാടി നിങ്ങൾ എവിടെ ചെന്നിട്ട് ഇതുവരെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു നിൽപ്പ് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് ഉറപ്പിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? അത് ഉറപ്പിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം നിങ്ങൾ സത്യം ഗ്രഹിച്ചിട്ടല്ല ഈ ചാട്ടം മുഴുവൻ ചാടുന്നത്. അതാ ഞാൻ പറഞ്ഞത്. കാര്യങ്ങൾ ഗ്രഹിച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും. കത്തോലിക്ക സഭ സത്യാന്നാണ് പറഞ്ഞിരുന്നത്.
അത് ഞാൻ പറഞ്ഞത്, ഏത് ഇതില് നിങ്ങൾ ചാടിയാലും പൂർണ്ണമായി കംപ്ലീറ്റ് ആയി ക്ലിയർ ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് കിട്ടില്ല. കത്തോലിക്കും ക്ലിയർ അല്ലല്ലോ. ഞാൻ കത്തോലിക്കയിലെ പ്രശ്നങ്ങളല്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയില്. ഞാൻ കത്തോലിക്കനെ പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ് ഞാൻ ചെയ്തത്. എന്റെ വീഡിയോകളിൽ ഞാൻ കത്തോലിക്ക സഭയെ പൊതിഞ്ഞു സൂക്ഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യുന്ന ഒരു സൈഡാണ്, മറ്റേ സൈഡ് ഇവര് ചെയ്യാത്തൊരു മറ്റേ സൈഡ് ബ്രദർ ചെയ്യുന്ന. അപ്പൊ അങ്ങനെ നമുക്ക് പോവാം. ഇപ്പൊ സ്വർഗരീതി ബ്രദർ ചെയ്തിട്ടുണ്ടോ കത്തോലിക്ക സഭയിൽ? നമുക്ക് ആ വിഷയങ്ങളിലേക്കൊക്കെ വരാം, സമയമുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല ആരും ചെയ്യുന്നത്. ബ്രദർ ഇപ്പൊ ഇതൊന്ന് ആഴത്തിലൊന്ന് പഠിച്ചിട്ട് എന്നെ വിളിക്കൂട്ടോ. ഞാൻ ബ്രദർ പറഞ്ഞ പോലെ ആണെങ്കിൽ തന്നെ എന്താ പറയാ, ലാസ്റ്റ് എനിക്കിപ്പോ എന്താ പറയാ, ഏതെങ്കിലും കൂട്ടായ്മ പോലെ ഏതെങ്കിലും നല്ലൊരായിട്ട് ആള് തുടങ്ങുന്ന ഏതെങ്കിലും ചെറിയ ചർച്ചയിൽ പോയപ്പോരെ, കാത്തലിക്ക് പോകണമെന്നില്ലല്ലോ. നമുക്ക് അതിലേക്ക് വരട്ടെ, സമയമുണ്ടല്ലോ എന്തായാലും ചിന്തിക്കാം. ഓക്കെ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ.